ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും വൈകുന്നേരം എന്താ വെറുതെ ഒന്ന് വണ്ടി എടുത്തിട്ട് കറങ്ങാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി നമ്മൾ ചായ കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചായ കുടിക്കുന്നില്ല, പകരം ജ്യൂസാണ് കുടിക്കുന്നത്. അപ്പോൾ എന്നും എല്ലാവരും പറയുന്നുണ്ട് എപ്പോഴും ചായ കുടിയാണല്ലോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു എങ്കിൽ പിന്നെ ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റജീത ഒരു ആപ്പിൾ ജ്യൂസ് മേടിച്ചു, ഞാനൊരു ഷമാം ഷേക്കും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കുറേ സ്നാക്സുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു, പക്ഷെ നമ്മൾ സ്നാക്സുകളൊന്നും എടുത്തില്ല കേട്ടോ. കാരണം ജ്യൂസ് കുടിക്കുമ്പോൾ പിന്നെ സ്നാക്സിൻ്റെ ആവശ്യമില്ലയെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ സ്നാക്സ് ഒന്നും കഴിച്ചില്ല. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, മലബാർ ഐറ്റംസൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തിപ്പുറത്തൊക്കെ കുറേ ആൾക്കാരിരിക്കുന്നുണ്ട്. അവർ വിചാരിച്ചു ഞാൻ അവരുടെയാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ ദേ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ദേ ഇത് കണ്ടോ, കൊഴക്കട്ടയൊക്കെ ഭയങ്കര കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇന്ന് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്പെഷ്യലുകളാണ് കേട്ടോ. അപ്പോൾ പക്കവട, കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്, പിന്നെ എന്താ കൽമാസ് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സമൂസ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സ്നാക്സ് ഒന്നും കഴിച്ചില്ല, നമ്മൾ ജ്യൂസ് മാത്രം കുടിച്ചിട്ട് നേരെ നമ്മൾ തെക്കോട്ടാണ് വണ്ടി വിട്ടത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്ന കണ്ടു. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങി കുറച്ചും കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു, കാരണം ഇവിടെ ചെറുതായിട്ട് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടികളെല്ലാവരും അവിടെ നിർത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ തെക്കോട്ട് നടക്കുവാണേ. കുറച്ച് ഭാഗത്താണ് കേട്ടോ റോഡ് പണി നടക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങാൻ, നല്ല രസമാട്ടോ. പക്ഷെ നമ്മൾ വണ്ടിയിലാണ് വരുന്നത്. കുറേ ആൾക്കാരിങ്ങനെ നടന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാര്യമൊക്കെ പറഞ്ഞ് കൂട്ടുകാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതെ ഇവിടെ വൈകുന്നേരം നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ദ്വീപിൽ അടിപൊളിയാണ്, ആൾക്കാരെല്ലാവരും വെളിയിൽ ഇറങ്ങുന്ന സമയമായതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ ബീച്ചുകളിലൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാവും, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടും എല്ലാവരും വരും കേട്ടോ. എന്നിട്ട് ചായയൊക്കെ കുടിച്ച് കുറേ നേരം എല്ലാവരും ബീച്ചിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവും, നല്ല രസമാണ്. പിന്നെ അല്ലാത്തവരൊക്കെ ബീച്ചിൻ്റെ സൈഡിലല്ലാതെ കൂടിയിരുന്ന് കാര്യം പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ദേ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് അവിടെ കടലിൽ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ ഈ ഒരു മരം കണ്ടു, ഈ ഒരു മരമൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ ആ ഒരു തണലത്തൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്നു, കാരണം റജിതയ്ക്ക് അന്നേരം ഒരു ഫോൺ വന്നപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്നും വൈകുന്നേരം നമുക്ക് പറ്റുന്ന ദിവസം, എന്നും നല്ല കേട്ടോ, നമുക്ക് പറ്റുന്ന ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഒന്ന് ചെറുതായിട്ട് കറങ്ങാൻ ഇറങ്ങാറുണ്ട്. അതിൽ ചില ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മളങ്ങനെ വീഡിയോ എടുക്കത്തില്ല, ചില ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ അതേ കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ, ഈ മരമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, കാരണം എപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നേക്കുന്നത് അന്താം ബീച്ചിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു, കാരണം കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ ലക്ഷദ്വീപ് കാണാൻ വന്നിട്ടുണ്ടായിരുന്ന കുറേ ഗസ്റ്റുകൾ കേട്ടോ. ഇവരിവിടെ വന്നിട്ട് കുറേ ആക്ടിവിറ്റീസിൽ ഇങ്ങനെ ഏർപ്പെട്ടേക്കുവാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ലക്ഷദ്വീപ് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നും പോകുന്നത്.
കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അവരൊക്കെ ഇതുപോലുള്ള ബീച്ചിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് കുറേ ആക്ടിവിറ്റീസിലൊക്കെ അവർ ഏർപ്പെടും. കാണാൻ നല്ല രസമാണ് കേട്ടോ. കൊച്ചു കുട്ടികളെപ്പോലാണ് അന്നേരം അവർ ബിഹേവ് ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. ഡാൻസും പാട്ടും കളികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മേഘം ഇരുണ്ട് കയറി വരുന്നൊരു കാലാവസ്ഥ, അതായത് മഴ വരുന്നത് പോലെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മഴ പെയ്യുമെന്ന്. നല്ലപോലെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ ഇവിടെ 2 കൊച്ചു കുട്ടികളെ കണ്ടോ, ഇവരിങ്ങനെ ഈ ഒരു സംഭവം ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ മുകളിലേക്ക് കയറുക. നമുക്ക് കാണുമ്പം പെട്ടെന്ന് പേടി വരുന്നുണ്ട് കേട്ടോ. നീ അവൻ കാണിക്കുന്നുണ്ടോ? അല്ലോ, ഞാൻ ആദ്യം പേടിച്ചു പോയി കേട്ടോ. അവൻ വീഴാൻ പോവുകയാണോ എന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ തിരിയുന്നതിന് മുമ്പ് അവൻ താഴെ ചാടി കേട്ടോ. അവൻ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ വരുമ്പം. അപ്പോൾ ദേ കണ്ടോ, ആകാശമൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ട് ഇരുണ്ട് വരുന്നുണ്ട്. ഒരു മഴയുടെ കോളാണ് വരുന്നത്. മഴ പെയ്യുമോയെന്നറിയത്തില്ല. മറ്റ് കവരത്തി ദ്വീപ്, വേറെ ഏതോ ഒരു ദ്വീപിലും കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേ അവൻ കാണിക്കുന്നുണ്ടോ, അവൻ കൂളായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നല്ലതുപോലെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയാൽ അപ്പോൾ പെയ്യത്തില്ലേ? ഓ മൈ ഗോഡ്, മഴ കവരത്തിയിലോട്ട് വരുന്നുണ്ട്. എല്ലാവരും കുട പിടിച്ചോളേ. ഹായ്, നിങ്ങൾ ഇവിടെ ഉള്ളതാന്നാ? അകത്തിയാന്നാ? അവിടെ നാണൊന്നും വേണ്ട, അവിടെ ഇരുന്നോ. പേരെന്തുവാ? ഷഹബാസ്. മോൻ്റെ പേരെന്തുവാ? യാസറോ? ചുമ്മാ വന്നാന്നോ? വേറെ ആരുണ്ട്? അയ്യോ, നാണം വരുന്നവൻ ഓടിക്കളഞ്ഞ്. ഒരാൾ ഓടി. ഇവൻ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് തന്നവനാ. നിങ്ങൾ 2 പേരും തന്നെ വന്നാന്നോ? പിന്നെ ഇരിക്കുന്നതെന്ന്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഉമ്മമാർ? ഓ, ഉമ്മമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഐസ്ക്രീം തിന്നുന്നവരോ? ഐസ്ക്രീം തിന്നുന്നതോ? അപ്പുറത്തോട്ടിരിക്കുന്നോ? ആ, കണ്ടില്ല. അപ്പുറത്തോടെ നോക്കിയാൽ കാണാം. നിങ്ങൾ ഒത്തിരി പേര് കൂടി വന്നോ? അയ്യോ, ഇങ്ങ് വാ. അവന് നാണം വരുന്നു. ഉണ്ടോ? എന്നെ കണ്ടിട്ടുണ്ടോ? അറിയാവോ? അറിയില്ലയോ? അറിഞ്ഞിട്ട് വന്നതാ അവൻ. ഇത് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ, ഇവൻ്റെ കൂടെ ഉള്ളതാണോ? അല്ല, ആ ഭാഷ ഒന്ന് കേൾക്കാൻ. നാടൻ ലക്ഷദ്വീപ്. തീരെ കിട്ടി. അധികം കിട്ടിയിട്ടില്ല അല്ലയോ? നമുക്ക് നാടൻ ഭാഷ അധികം കിട്ടിയില്ല. എന്നോട് എല്ലാവരും മലയാളം പറയുന്നോണ്ടേ. എനിക്ക് തിരിച്ചു പറയാൻ അറിയണ്ടായോ? അറിയത്തില്ലാത്തോണ്ട് ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് മനസ്സിലാവും, തിരിച്ചു പറയാൻ അറിയത്തില്ലെന്നേ ഉള്ളു. ആരും എന്നോട് പറയുന്നില്ലല്ലോ. നീ എന്നും കാണണോ? ഇല്ലയോ? ഇടയ്ക്കിടയ്ക്കല്ല, എന്നും കാണണം. ഉണ്ടോ? ബോറടി മാറ്റാൻ വേണ്ടി എൻ്റെ ചാനൽ എടുത്ത് വെച്ച് കാണും. പേരെന്താന്ന് പറ. ആമിന. ഞങ്ങളുടെ മാമിയുടെ പേരാട്ടോ ആമിന. ഇത് കൂട്ടുകാരികള് ആന്ന്. നമ്മുടെ എവിടാന്ന് വീട്? പ്രജിതയുടെ വീടിൻ്റെ അടുത്താന്നോ? സ്റ്റുഡിയോ അപ്പുറത്ത് ആന്നോ? മഴക്കോളുണ്ട്. മഴ പെയ്യുവോ? കൊച്ചിക്ക് പോവാന്ന മഴ കൊച്ചിക്ക് പോയി. മേഘം നോണ്ട കൊച്ചിയിലോട്ട് പോന്ന്. കൊച്ചിയിലോട്ടോ കവരത്തിയിലോട്ടോ? ചിലപ്പോൾ പെയ്യുമെന്ന് തോന്നുന്നല്ലയോ? ഇങ്ങോട്ടാന്നോ കവരത്തി? തെറ്റിപ്പോയി, എന്നെ കൂടെ തെറ്റിക്കൂ. ആന്നാ കവരത്തിലാന്നാ ജോലി ചെയ്യുവാന്നോ? ആന്നോ? എന്തില്ല? ആ, കവരത്തിയിൽ ഇരുന്നിട്ടാ പറയുന്ന കവരത്തി ഇങ്ങോട്ടാന്ന്. ഏറ്റവും ലാസ്റ്റാ നമ്മുടെ ദ്വീപല്ലിയ. പക്ഷെ നമുക്ക് എയർപോർട്ട് ഉള്ളതുകൊണ്ട് തോന്നും നമ്മുടെ ആദ്യമൊന്ന് അല്ല അല്ലയോ? ഏറ്റവും അറ്റത്ത് കിടക്കുന്നതാ നമ്മൾ അഗത്തി. ആദ്യം കിടക്കുന്നത് ആന്ത്രോത്ത് അല്ലയോ? ആയിരിക്കും. അത് തന്നെ. റജീത തിരിച്ചു വെച്ച്
ആ പക്ഷെ ഇന്ന് കുറവാ, എന്നും കുറേ ആൾക്കാർ കാണും, ഇന്ന് കുറവാ അല്ലയോ? ഇന്ന് വണ്ടികളെല്ലാം കുറവല്ലേ? എന്നും ഇഷ്ടം പോലെ ഗസ്റ്റുകൾ കാണും, ഇന്ന് ഭയങ്കര കുറവുണ്ട്. റജീദ നല്ല കാറ്റ്, കാറ്റുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. ഇങ്ങ് വരെ വന്നില്ല, കടൽ ഇങ്ങ് വരെ വന്നല്ലോ. അതാ നിങ്ങൾ ഓട്ടോയിലാണോ വന്നേ? ഇനി തിരിച്ച് വീണ്ടും ഓട്ടോ വിളിക്കുവോ? അവർ പോയോ? നിങ്ങൾ 3 പേരും ചായ കുടിച്ചോ? ആന്നാ? ഓ, നാത്തൂനും അനിയത്തിയും കുടിച്ചു കഴിഞ്ഞാ? ആദ്യം തന്നെ ചായ കുടിച്ച്, എന്നിട്ട് ഇനി പോകാൻ നേരം ഓട്ടോയും വിളിച്ചങ്ങ് പോയാൽ മതിയല്ലോ. അല്ല പിന്നെ കുറേ താമസം വരും, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ചായ കിട്ടാൻ ഭയങ്കര താമസമാണ്. ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ആള് എന്നും ഇഷ്ടം പോലെ ആള് കാണുന്നതാ. നല്ല ആള് കുറവുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ആയപ്പോഴത്തേക്ക് ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഗിനീഷിൻ്റെയും ആതിരയുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കല്യാണം നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. കേരളക്കാരാണല്ലോ, അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ളവർക്ക് ആർക്കും കല്യാണത്തിന് പോകാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഗിനീഷിൻ്റെ ബാങ്കിലുള്ളതാ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ ഗിനീഷിനും മാതിരിക്കും അറിയുന്ന കുറച്ച് പേര്, അങ്ങനെ കുറച്ച് പേരെ വെച്ചിട്ട് ചെറിയ ഒരു പാർട്ടിയായിട്ടാണ് നടത്തിയത്. രാത്രിയിലായിരുന്നു കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിൽ അടിപൊളി ഒരു ആംബിയൻസിലിരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും നമ്മുടെ ലക്ഷദ്വീപുകാരുടെ ഒരു ട്രഡീഷണൽ ഐറ്റം ഉണ്ട്, നമ്മുടെ കിലാഞ്ചി, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്നതാണ് ആ സംഭവം. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഗിനീഷിൻ്റെയും ആതിരയുടെയും പാർട്ടിയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതേ നമ്മൾ രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ രാത്രിയിൽ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ അത് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളി. ഇതേ ആതിര അവിടെ ഇനി ചിരിക്കുന്നുണ്ട്. പറഞ്ഞിട്ടൊക്കെ വീഡിയോ എടുത്താൽ പോരായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ അങ്ങ് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി നിന്ന്. കാരണം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് പോയില്ല, കുറച്ച് നേരം എല്ലാവരും ഇങ്ങനെ മാറി മാറി നിന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. ഞാൻ ആ സമയത്ത് കുറച്ച് അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അവരൊക്കെ അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അപ്പോൾ കുറച്ച് സമയം ഇവിടെയൊക്കെ നിന്നിട്ട് ഇനി നമുക്ക് നേരെ തിരിച്ചു പോകാം. അപ്പോൾ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണം, കാരണം ഇന്ന് മഞ്ജു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത്ര തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ആപ്പിളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെയാണ്, അവരവർക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും വന്ന് എടുത്ത് അതിവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവരതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ കാശ് നമ്മൾ കൊടുത്തിട്ട് പോയാൽ മതി. അതിനിപ്പോൾ പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും നമ്മളാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ദേ ഓരോരുത്തരും വന്ന് അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.